പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ. ഇത് എൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 നവംബർ 12-ാം തീയതിയാണ്. എനിക്ക് മാതാവിൻ്റെ വളരെ വലിയ അനുഗ്രഹങ്ങളാണ് ആദ്യമേ മുതൽ തന്നെ ലഭിച്ചു തുടങ്ങിയത്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ചേട്ടൻ ഇപ്പം ഇല്ല. ചേട്ടൻ്റെ ഒരു കാറുണ്ടായിരുന്നു. കാറ് നമുക്ക് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു 2-3 മാസത്തോളം കാലം ഫേസ്ബുക്കിലും OLXിലും അതിൻ്റെ പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടിൽ 1-2 പേര് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വേണ്ടത്ര വിചാരിച്ച എമൗണ്ടൊന്നും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ജാനുവരി 8-ാം തീയതി കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിയോഗത്തിലും വച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ പോയി ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കാറിൽ 3 തവണയും ഇട്ടു. അതിനുശേഷം കൃത്യം പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ കൃപയാൽ ഒരാൾ വിളിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും വില തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. അതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. രണ്ടാമത്തെ അനുഗ്രഹം, എൻ്റെ ചേട്ടൻ പോയതിനു ശേഷം അമ്മ ജോലിക്ക് പോകാൻ പറ്റിയില്ല. 45 ദിവസം കൊണ്ട് അമ്മ വീട്ടിലിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയുടെ ജോലി നഷ്ടമായി. അതിനുശേഷം കൃപാസനത്തൊന്ന് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് 3-ൻ്റെ അന്ന് തന്നെ അമ്മയ്ക്ക് 2 സ്ഥലങ്ങളിൽ ജോലി ലഭിക്കുകയുണ്ടായി. അത് പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെയും എൻ്റെ ഈശോ അപ്പൻ്റെയും ശക്തി കൊണ്ട് മാത്രമാണ്. അമ്മയുടെ വളരെ വലിയ കൃപ തന്നെ നമ്മുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ അനുഗ്രഹം, വീട്ടിൽ നിരന്തരം ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യം കൂടിക്കൂടി വരികയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി വീടിന് ചുറ്റാകം ഇട്ടതിന് ശേഷം ഇപ്പോൾ ഒരു കുറച്ച് പോലും ഇഴജന്തുക്കൾ പോലും വീട്ടിൽ ഇപ്പോൾ വരുന്നില്ല. അത് അമ്മയുടെ മാത്രം കൃപ കൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും തിരുകുമാരാനും കോടാനുകോടി നന്ദി. അമ്മയ്ക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ബസ് കാത്ത് നിന്നപ്പോൾ, ജോലിക്ക് പോവാൻ നിന്നപ്പോൾ എന്നെ ഒരാട്ടോയിൽ ഒരമ്മയും ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു. അമ്മ തോളിലിട്ടയക്കുന്നു മോനെ. ഞാൻ അങ്ങനെ എന്നെ ആട്ടോയിൽ കയറാൻ പറഞ്ഞ് ഞാൻ കയറി. അത് ഇവിടെ 25-ാം തീയതി റാലിയിലെ 3-ൻ്റെ അന്നാണ്. ഞാൻ കയറി. എന്നെ വഴിയിൽ കൊണ്ടുവന്ന് ഇറക്കി, ഒരു പള്ളിയിലെ നടയെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ഞാൻ ചോദിച്ച്, എന്നെ ഇവിടെ ഇറക്കണ എന്തിന്, എനിക്ക് എങ്ങും അറിഞ്ഞൂടാ. അപ്പോൾ പറഞ്ഞു, നീ ആരുടെയെങ്കിലും ചോദിര്. അപ്പോൾ ആ അമ്മ മോനെ തോളിൽ തന്നെ ഇട്ടേക്കണം, നൂത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ പേൽസിൽ നിന്ന് 10 രൂപ 20 രൂപ എടുത്ത് ഞാൻ ആട്ടോക്കാരന് കൊടുത്ത് വാങ്ങിച്ചില്ല. ഞാനങ്ങനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു പള്ളി. ആ പള്ളിയിൽ ഞാൻ കയറി ചെന്ന് അവിടെ തൂത്തൊക്കെ വാരിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കുളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കുളിച്ച്. എല്ലാം കാലത്താണ് കാണണം, വെള്ളിയാഴ്ച. കുളിച്ച് ഞാൻ ഇനി വീട്ടിൽ വന്ന് 25-ൻ്റെ അന്നല്ലേ റാലിക്ക് പോവാൻ. എൻ്റെ ഉടപ്പറന്ന് അവിടെ ജോലി ചെയ്യണം സെക്യൂരിറ്റി ആയിട്ട്. അങ്ങനെ ഒരു സാരി ആ മാനേജർ കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് നിൻ്റെ വീട്ടിൽ ഉടുക്കണവരൊക്കെ കൊണ്ടുകൊടു എന്ന് പറഞ്ഞ് കൊണ്ടു തന്നു. ആ സാരിയാണ് എൻ്റെ അമ്മേരെ സാരി, സിൽവർ കളർ സാരി. എനിക്ക് കൃപാസനത്തിൽ റാലിക്ക് പോവാൻ എനിക്ക് കൊടുത്തേച്ച സാരിയാണിത്. എൻ്റെ അമ്മേരെ സാരി കണ്ട, നീല തിരീര സാരി എൻ്റെ അമ്മ കൊടുത്തേച്ച്. ഞാൻ ആ സാരി കൊടുത്തോണ്ട് റാലിക്ക് പോയി ഇനി വന്നപ്പോൾ എൻ്റെ കാല് വയ്യ. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ ഇങ്ങനെ എന്നെ പരീക്ഷിക്കല്ലേ, എനിക്ക് ആരുടെയും പറയാനൊക്കില്ല. നീ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവരും വഴക്ക്. ഞാൻ പറഞ്ഞു, എന്നെ ആര് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മയും തിരുക്കുമാരനും മാത്രമുണ്ട്, എനിക്ക് ആരും വേണ്ട, ഇതാണ് എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കാല് വയ്യ, തിരിയാനും വയ്യ, ഭയങ്കര വേദനയായിരുന്നു. മാത്ര കൊണ്ട് ഞാൻ തിരിഞ്ഞു കിടന്ന്. എൻ്റെ വേദന എങ്ങോട്ട് പോയാൽ എന്തോ എനിക്ക് അറിയാൻ വയ്യ.
അതങ്ങ് പോയി. പിന്നെ ഒരു സാക്ഷ്യം, ഞാൻ പച്ചത്തിരി കൊളുത്തി വെച്ച് സന്ധ്യ നേരത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മാതാവും യേശുവായിട്ട് വന്നു. ഞാൻ എൻ്റെ ഫോണിലുണ്ട്, മകൾ തീർത്ത് കാണിച്ചു കൊടു, ഫോണിലുണ്ട്. അത് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വിളക്ക് കത്തിച്ച് 12 മണി വരെ ഞാൻ അന്ന് ഉറങ്ങൂലായിരുന്നു ആദ്യമൊക്കെ. പിന്നെയൊക്കെ എൻ്റെ മോൻ മരിച്ചപ്പോൾ ഞാൻ എല്ലാം അങ്ങ് മറന്ന് ഞാൻ പ്രാർത്ഥിക്കാനും എനിക്ക് വന്നിരിക്കുമ്പോൾ ഒന്നും അറിഞ്ഞൂടാ, വെറും കരച്ചിൽ മാത്രം. എന്താണ് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ മാസം തോറും എനിക്ക് ഒരു ദിവസം തെറ്റാതെ എനിക്ക് വരണം, പത്രം വാങ്ങി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം. എനിക്ക് ഞാൻ എല്ലാ മാസവും എൻ്റെ മോൻ മരിച്ചിട്ടാണ് 28 ദിവസമേ ഉള്ളു. എനിക്ക് റാലിക്ക് പോകണം. ഞാൻ പോയി. അപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞ്, നിനക്ക് നിൻ്റെ മോനാ ഇതാ. എനിക്ക് എൻ്റെ ദൈവമാണ്, എനിക്ക് എൻ്റെ ദൈവമേ എനിക്ക് എപ്പോഴും കാണുള്ളൂ. മോൻ തിരിച്ചു വരില്ല. മോൻ പോയി. ഞാൻ മാസം തോറും ഞാൻ മുടങ്ങാതെ വന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ട് തിരുകുമാരനെയും കണ്ട് എൻ്റെ ഭാരങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇറക്കി വച്ചിട്ട് ഞാൻ പോവും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 12 മണി കഴിയും. ഞാൻ എൻ്റെ മെഴുതിരിയുടെ ഒരു ചെറിയ മിന്നൽ പ്രകാശം കണക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ മോൻ ഫോൺ വച്ചേക്കുവാണെന്ന് അവിടെ ചാർജ് ചെയ്യാൻ. അത് വലിയ വെട്ടം, വലിയ വെട്ടമായി, അമ്പിളി അമ്മാവൻ്റെ വെട്ടമായി എൻ്റെ മേശപ്പുറത്ത്. ഞാൻ അപ്പോൾ അത്ഭുതിച്ച് കിടക്കണം. അത് അത്ഭുതം തന്നെ. ഞാൻ നോക്കിക്കണ്ട് കിടന്നപ്പോൾ അതിനകത്ത് സ്വർണ്ണ ചിത്രശലഭം വന്ന് വലിയ വെട്ടമായിട്ട് വന്ന് മാഞ്ഞു പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് അനുഗ്രഹം. നീ പേടിക്കണ്ട, നിനക്ക് എല്ലാം ദൈവം തരും, നിന്നെ എല്ലാ ആവശ്യവും ഞാൻ നടത്തി തരും. എൻ്റെ അമ്മ ദർശനത്തിൽ വന്ന് പറഞ്ഞ്, നീ പേടിക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ കാനായിലെ കല്യാണം പോലെ ഞാൻ ആക്കും നിന്നെ. എൻ്റെ അമ്മ പറഞ്ഞു. എൻ്റെ തിരുകുമാരനും എൻ്റെ അമ്മയ്ക്കും കോടി ഞാൻ ആദ്യമായിട്ടാണ് വഴി കെടുക്കണത്. എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അമ്മ എനിക്ക് മരിച്ചായിരുന്നു, എനിക്കൊരു ജോലിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ എൻ്റെ മോനും പോയി, എനിക്കൊരു ജോലിയില്ല. എൻ്റെ അമ്മ 45 കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്ക് ഒരു ജോലിക്ക് 2 ജോലി എനിക്ക് തന്നു. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ മരണം വരെ ഞാൻ നിത്യതയിലും ഞാൻ വിശുദ്ധിയിലും ഞാൻ ജീവിക്കും. പ്രതിഷ്ഠിത പ്രവർത്തനങ്ങൾ ഞാനും അമ്മയും പത്രം വായിച്ച് ബസ് സ്റ്റാൻഡിൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും എല്ലാ വീടുകളിലും കയറി കൃപാസന പത്രം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുക്കാറുള്ളത്. ഓരോ പത്രം എടുത്ത് നമ്മൾ അനുഭവങ്ങൾ പറഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ മാസവും മുടങ്ങാതെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ചാരിറ്റിയിൽ ചെന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ മാസവും ഞങ്ങൾ മാതാവിൻ്റെ നാമത്തിൽ കൊടുക്കാറുണ്ട്. ശുശ്രൂഷയും നമ്മൾ അവിടെ ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മ ദേവമാതാവിൻ്റെയും തിരുകുമാരൻ്റെയും പേരിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ സ്ഥിരം ജോലിക്ക് പോകുന്ന വഴികളിൽ നിർധനരായ വയസ്സായ ആൾക്കാരെ കാണുന്നുണ്ട്. അവർക്ക് ഒരു നേരത്തെ ആഹാരം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയാവുന്നത്ര സഹായങ്ങൾ നമ്മളെല്ലാവർക്കും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ച പരിശുദ്ധ അമ്മ ദേവമാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി.